നരുവാമൂട്ടിലെ കൊടുംഗുണ്ടയും കാപ്പക്കേസ് പ്രതിയുമായ കാക്ക അനീഷിനെ കൊലപ്പെടുത്തിയ കേസിൽ എല്ലാ പ്രതികളെയും വെറുതെ വിട്ട കോടതി. ശല്യം സഹിക്കാതെ വന്നതിനെ തുടർന്ന് കൊലപ്പെടുത്തിയെന്നായിരുന്നു പ്രതികളുടെ അന്നത്തെ മൊഴി. മാരായമുട്ടം ജോസ് വധക്കേസ് ഉൾപ്പെടെ 30ഓളം ക്രിമിനൽ കേസുകളുടെ പ്രതിയായിരുന്നു കാക്ക അനീഷ്. പള്ളിച്ചൽ സ്വദേശി കുളങ്ങരക്കോണം ലീലാഭവനിൽ അനൂപ്, സന്ദീപ് ഭവനിൽ സന്ദീപ്, പള്ളിച്ചൽ പൂവണംകുഴി സ്വദേശി അരുൺ, പള്ളിച്ചൽ വട്ടവള മേലേപ്പുരയിടത്ത് വിഷ്ണു എന്ന രഞ്ജിത്ത്, പള്ളിച്ചൽ വരിക്കപ്ല വീട്ടിൽ നന്ദു എന്ന അനൂപ് എന്നിവരെയാണ് അനീഷിനെ കൊലപ്പെടുത്തിയ കേസിൽ ഇന്നലെ കോടതി വെറുതെ വിട്ടത്. ഇവരെല്ലാം അനീഷിൻ്റെ അയൽവാസികളായിരുന്നു. ഒരു ക്രിമിനൽ കേസുകളിലും ഇവർ ഉണ്ടായിരുന്നുമില്ല. ഗുണ്ടാപ്പിരിവ് നടത്തുന്നത് അനീഷിൻ്റെ സ്ഥിരം പതിവായിരുന്നു. നൽകിയില്ലെങ്കിൽ ഉപദ്രവിക്കും. അങ്ങനെ ഇവരെയും പലതവണ അനീഷ് ഉപദ്രവിച്ചിരുന്നു. സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്നതുൾപ്പെടെ പൊതുശല്യമായി മാറിയിരുന്നു അനീഷ്. കാപ്പ കേസിൽ ജയിലിലായിരുന്ന അനീഷ് സംഭവം നടക്കുന്നതിന് ഒരാഴ്ച മുമ്പാണ് ജയിൽ മോചിതനാകുന്നത്. കൊലപാതകത്തിന് 2 ദിവസം മുമ്പ് നരുവാമൂട്ടിലെ ഒരു മരണവീട്ടിൽ വെച്ചും പ്രതികളെ അനീഷ് അസഭ്യം പറഞ്ഞ് ആക്രമിക്കാൻ ശ്രമിച്ചു. കാക്ക അനീഷിന്റെ സ്ഥിരം താവളമായ കുളങ്ങരക്കോണത്തെ അടച്ചിട്ടിരുന്ന ഹോളോപിക്സ് നിർമ്മാണശാലയിലാണ് കൊലപാതകം നടന്നത്. കേസിലെ പ്രതികളെയെല്ലാം കുറ്റക്കാരല്ലെന്ന് കണ്ട് അഡീഷണൽ ജില്ലാ കോടതി വെറുതെ വിട്ടു.